നാട്ടിലെ താരത്തിൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂര് കോടന്നൂരാണ്. സ്ക്രിപ്റ്റ് റൈറ്ററും ഗാനരചയിതാവും അഭിനേതാവും അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഹരി പി നായർ. അദ്ദേഹത്തിന്റെ ഒരുപാട് പരിപാടികൾ നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടായിരിക്കും. TV ചാനലിലെ ഒരുപാട് പ്രോഗ്രാം ഡയറക്ടറാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പുതുതായിട്ട് രചന നിർവഹിച്ച പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്, ഹരിഗീതം. അപ്പോ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് അധികം സമയം കളയാതെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം, അല്ലെ? നമ്മളിതാ ഹരിയേട്ടന്റെ വീട്ടിലെത്തി. നല്ല മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമസ്കാരം. അപ്പൊ നമുക്ക് ഹരിയേട്ടനോട് സംസാരിക്കാം. നമുക്ക് ഹരിയേട്ടന്റെ അച്ഛനും അമ്മയും പരിചയപ്പെടാം. ഇവിടെ വരുമ്പോൾ സമയത്ത് നമുക്ക് ഈ ബുക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ റീസെന്റ് ഹരിയേട്ടൻ എഴുതിയിട്ടുള്ള ഹരിഗീതം എന്ന പുസ്തകം വീട്ടിൽ വന്നപ്പോൾ വീടിന്റെ പേരും ഹരിഗീതം. എന്താണ് ഈ ഒരു പേര്? വീടിന്റെ പേരും ബുക്കിന്റെ പേരും ഒക്കെ ഒന്നാവാൻ ആ ഒരു നമ്മുടെ പേരും എല്ലാം കൂടെ അങ്ങനെ ഒന്നിച്ച് വന്നത് കുറെ കാലമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വരുത്തിയതാണോ ഈ പേര്? പുസ്തകത്തിൽ വായിച്ച കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ അതിനൊക്കെയുള്ളൊരു പ്രേരണ പ്രചോദനം നൽകിയത് ഈ വീട്ടിലെ ജീവിതം, ചെറുപ്പം മുതൽ ബാല്യം മുതലേ ഈ വീട്ടിലും ഈ നാട്ടിലും ഒക്കെ കണ്ടും കേട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. അപ്പം എൻ്റെ പേര് ഹരി എന്നും ചേച്ചിയുടെ പേര് ഗീത എന്നുമാണ്. അച്ഛൻ ഈ വീടിന് ഹരിഗീതം എന്ന് പേരിട്ടു. അപ്പോൾ പുസ്തകത്തിന് ആ പേര് തന്നെയാണ് വന്നു കരുതി. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കോളേജ് ടൈം മുതലുള്ളതാണ് കൂടുതൽ. അപ്പൊ നമ്മുടെ ആ ഒരു അത്രയും കാലം നമ്മുടെ വീടുമായിട്ടുള്ള അടുപ്പും എല്ലാ പല ടോപ്പിക്കും നമ്മൾ ഇതിൽ വരുന്നുണ്ട്. ബുക്കിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുൻപ് എനിക്ക് തോന്നുന്നു അച്ഛനോടും അമ്മോടും നമുക്ക് സംസാരിക്കാം, അല്ലെ? അച്ഛൻ വി തങ്കപ്പൻ നായർ, അവർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ റിട്ടയർമെന്റ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നമ്മള് ഇവിടെ മകന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലയിൽ ശോഭിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതില് അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മകൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നുന്ന ഒരു മേഖല ഏതായിരിക്കും? ആള് മീഡിയ പേഴ്സണായിട്ടാണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ ചെയ്യുന്നതൊക്കെ എനിക്ക് തൃപ്തികരം തന്നെയാണ്. പക്ഷെ അതിലും വെച്ച് വിശേഷമായിട്ട് പറയാനുള്ളത്, ഈ നാട്ടിലെ ചെറിയ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും പ്രയോജനകരമായ സദ്ഗമയ ക്ലാസ് നടത്തുന്നുണ്ട്. അത് വളരെ അവർക്ക് ഭാവിയിൽ വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിനെനിക്ക് വളരെയധികം താല്പര്യം. ഇനി അമ്മ ശാന്തകുമാരി എന്നാണ് അമ്മയുടെ പേര്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മയും ഇതുപോലെ മകൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? എല്ലാം എനിക്ക് ഇഷ്ടമാണ്. മകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ അവന്റെ ഈ മേഖലയിൽ അവൻ ഉയരങ്ങളിൽ എത്തട്ടെ. നമ്മൾ ഇപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ്. നമ്മുടെ വീടാണെങ്കിലും നല്ല ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു വീടും അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ. അപ്പോൾ മകൻ ഇങ്ങനെ എഴുത്തും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ ഇതിനോട് ചേർന്ന് വരുന്നത് നമ്മുടെ ഈ ഒരു അന്തരീക്ഷം, വളർന്നു വന്ന അന്തരീക്ഷം ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ചെറുപ്പം മുതൽ തന്നെ കൃഷിയുമായിട്ടൊക്കെ വളരെയധികം അടുപ്പുള്ള ഒരാളാണ്. അത് ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഞാൻ ആ കാർഷികമായ മേഖലകളിൽ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അത് കണ്ടു വളർന്നു വന്നിട്ടുള്ളതാണ് മകനും. അപ്പോൾ ഈ അന്തരീക്ഷം നമ്മൾ വളരെ ഹരിതാപമാക്കി മാറ്റുന്നതിന് ഞങ്ങൾ രണ്ടുപേരും കൂട്ടമായി പരിശ്രമിക്കാറുണ്ട്. അതാണ് ഈ അന്തരീക്ഷത്തിൻ്റെ കാരണം. ഹരിയേട്ടനും തോന്നിയിട്ടുണ്ട് ഈ ഒരു ഗ്രാമാന്തരീക്ഷവും നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ജീവിതത്തിൽ വലിയ സമ്പാദ്യം എന്ന് പറയാൻ ഇപ്പോൾ പണം അല്ലെങ്കിൽ പ്രശസ്തി, മറ്റ് ജീവിത സൗകര്യങ്ങൾ എന്നൊക്കെ പൊതുവെ വിലയിരുത്തപ്പെടുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ, മകൻ അങ്ങനെയുള്ളൊരു കുടുംബാന്തരീക്ഷം നമുക്ക് നൽകുന്നൊരു ഊർജ്ജമുണ്ടല്ലോ, അത് പണം കൊടുത്താൽ കിട്ടുന്നതല്ല. അത് പതിയെ വർഷങ്ങളായിട്ടുള്ള ഹൃദയബന്ധത്തിലൂടെ, ആത്മബന്ധത്തിലൂടെ വികസിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ രക്ഷിതാക്കളുടെയും അയൽക്കാരുടെയും ഗുരുനാഥന്മാരുടെയും സ്നേഹിതരുടെയും ഒക്കെ അത്തരത്തിലുള്ള സ്നേഹവും കരുതലും പ്രോത്സാഹനമൊക്കെ വലിയ രീതിയിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ട് തന്നെ കരുതുന്നു. നമ്മുടെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇനി വൈഫ് ടീച്ചറാണ്, പിന്നെ സിസ്റ്ററും ടീച്ചറാണ്, അളിയനും ടീച്ചറാണ്. അങ്ങനെ ഒരു ടീച്ചർ ഫാമിലിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ടീച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയൊക്കെ എടുക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു പ്രൊഫഷൻ സ്വീകരിക്കുമ്പോൾ മകൻ അതല്ലാതെ
മീഡിയ എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യ കാലത്ത് കേട്ടപ്പോൾ accept ചെയ്തിരുന്നോ? അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അന്ന് വിദ്യാഭ്യാസത്തിൽ നല്ല നിലവാരത്തിൽ നിൽക്കുന്ന ആളെ മിടുക്കനാണ്, കലാകാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ അവനൊരു സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഉദ്യോഗസ്ഥനായി കാണണമെന്നാണ് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പുള്ളി അതിലല്ല താല്പര്യം, ഈ കലാരംഗത്തും ഈ മീഡിയ രംഗത്തും സജീവമായി നിന്ന് നല്ല മഹത് വ്യക്തികളായിട്ടുള്ള ബന്ധം പുലർത്താൻ സാധിച്ചു. അങ്ങനെ ഒരു അന്തരീക്ഷം വന്നപ്പോൾ എനിക്ക് തോന്നി നന്നായി, അവൻ്റെ സെലക്ഷൻ നന്നായിരുന്നു എന്ന് തോന്നി. ഓക്കെ, വൈഫിന്റെ പേര് ശ്രീലക്ഷ്മി, മകന്റെ പേര് ശ്രീദേവ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തരത്തില് ഒരു എപ്പിസോഡ് കൊടുക്കേണ്ട ആളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ ഇപ്പോൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കണേ, പക്ഷെ ഒരുപാട് രാജ്യങ്ങളുടെ നമ്മുടെ പതാക കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം, അതുപോലെ ട്രാഫിക് സിഗ്നൽസ്, അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ആളൊരു മിടുക്കനാണ്. അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് ആരാ, വൈഫാണോ അതോ ഹരിയേട്ടൻ? രണ്ടുപേരും. വൈഫാണ് കൂടുതൽ അവന്റെ പഠനം മറ്റു കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നോക്കും. ശ്രീധർ നല്ല താല്പര്യമുള്ള ആളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കും പറയും. വളരെ ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളിൽ എന്തിനാ പറയണം, നമ്മൾ മുതിർന്ന ആളുകൾക്ക് പോലും തിരിച്ചറിയാത്ത പല കാര്യങ്ങളും അവൻ തിരിച്ചറിയുന്നു, അത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ ശരിക്കും നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്നുണ്ട്. അവന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മളത് വീഡിയോസിൽ കാണാറുണ്ട്. പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ്, സ്കൂളിൽ പോയിരിക്കുകയാണ്. കുട്ടികളും ചേച്ചിയുടെ മക്കളും പിന്നെ എൻ്റെ മകനും ക്ലാസ് ഉണ്ട്, പിന്നെ ചേച്ചി, അളിയൻ, വൈഫ് എല്ലാവരും അപ്പൊ നമുക്ക് അച്ഛനും അമ്മയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ഹരിയേട്ടന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കണം. അപ്പോൾ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ആളാണ്. ഈ ഒരു അന്തരീക്ഷം തന്നെ, ഈ ഒരു ഗ്രാമാന്തരീക്ഷം തന്നെ ഒരുപാട് വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആ ഒരു പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലാൻ തോന്നുന്നു. എൻ്റെ നാട് ശാസ്താംകടവ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. നമുക്ക് ശാസ്താംകടവിൻ്റെ സൗന്ദര്യം തന്നെ ആസ്വദിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കാം. നമ്മൾ കോടന്നൂർ ശാസ്താംകടവിൽ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഹരിയേട്ടൻ്റെ ബുക്കിൽ, ഹരിഗീതം എന്ന ബുക്കിൽ നമ്മൾ ഒരുപാട് 84 പാട്ടുകളുണ്ട്. അതിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലവും ഈ പ്രകൃതി ഭംഗിയും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും മനോഹരമായിട്ട് പ്രകൃതിയെ വർണ്ണിക്കാൻ കഴിഞ്ഞതെന്ന് തോന്നുന്നു. ശരിയാണോ? തീർച്ചയായും. ഇത് എൻ്റെ ഗ്രാമമാണിത്, ശാസ്താംകടവ്. ഇവിടുത്തെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുളക്കടവിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. 2 ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ, ശാസ്താക്ഷേത്രം, ശിവക്ഷേത്രം. ഞാൻ പഠിച്ച വിദ്യാലയം കോടന്നൂർ സെൻറ് ആൻ്റണീസ് UP സ്കൂൾ ഇവിടെയാണ്. പിന്നെ തൊട്ടടുത്ത് അമ്മാടം സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽ ഈ കാണുന്ന പച്ചപ്പും പിന്നെ ഈ കുളവും വൃക്ഷങ്ങളും അങ്ങനെയുള്ളൊരു ഗ്രാമജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പം മുതൽ കണ്ട കാഴ്ചകൾ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ കുറേ വരികളായിട്ടും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിതിലൊന്ന് വായിക്കട്ടെ. 4ാമതായിട്ടുള്ള ആ ഒരു പാട്ട്, കവിത എന്ന് പറയാം അല്ലേ, ഭൂമുഖം. അതില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നന്ദിയുണ്ടമ്മേ നമിക്കുന്നിതാ നിന്നെ, സർവം സഹേ ഭൂമി മാതേധരെ, നല്ലോണമൂട്ടി വളർത്തിനി പ്രാണന്റെ പാലേകി ഈ ജീവജാലങ്ങളെ, ആദിയിൽ ചൈതന്യധാരകൾ ഭൂഗോളമായി ആവിർഭവിച്ച പുണ്യം. അങ്ങനെ പറഞ്ഞ് എന്ത് രസമായിട്ടാണ് നമ്മളിങ്ങനെ ആ ഒരു പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയൊക്കെ നല്ല രസമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല കവിതകൾ അതിൽ വരുന്ന ടോപ്പിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എന്ന് പറയാൻ പറ്റില്ല. പ്രണയമുണ്ട്, വിരഹമുണ്ട്, പ്രകൃതിയുണ്ട്, ദേശസ്നേഹമുണ്ട്, അങ്ങനെ പല ഏരിയയാണ്. ഉത്സവങ്ങള്, ഓണം, പൂരം എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ പാട്ടുകളിൽ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം ചെറുപ്പം മുതൽ എഴുതിയ പാട്ടുകൾ ഇതിൽ വരുന്നുണ്ടല്ലേ? ഞാൻ പഠിച്ചത് തൃശ്ശൂർ കേരളോർമ്മ കോളേജിലാണ് 5 വർഷം. അതായത് പ്രീ ഡിഗ്രി ഒക്കെ ഉള്ള വളരെ സജീവമായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്ന് പോകുന്ന ആ സമയത്ത് പ്രീ ഡിഗ്രി എനിക്ക് കേരളോർമ്മ കോളേജിൽ പഠിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ പ്രണയവും സൗഹൃദവും സമരവും സംവാദവും അങ്ങനെയുള്ള വളരെ സജീവമായിട്ടുള്ളൊരു കലാലയാന്തരീക്ഷം ഉള്ള സമയത്ത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ അവിടെ കേരളോർമ്മ കോളേജിൽ ഓഫീസിന് മുന്നിലൊരു മാഗസിൻ ചുമർ പത്രിക ഉണ്ട്. അതിലെല്ലാ വെള്ളിയാഴ്ചകളിലും പുതിയ കലാസൃഷ്ടികൾ ഇടുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ നല്ല പ്രതിഭാധനരായിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളം മുഖ്യ വിഷയമായിട്ട് എടുത്തവരും പിന്നെ മലയാളം നല്ലപോലെ അറിയുന്നവരായിട്ടുള്ളവർ എഴുതുന്ന നല്ല നല്ല കവിതകൾ. അപ്പോൾ ഞാനിതിങ്ങനെ സ്ഥിരം വായിക്കുമ്പോൾ എനിക്കും തോന്നി, ഇതാ കുട്ടികളൊക്കെ വന്നിങ്ങനെ നോക്കി നിൽക്കും. ഓരോ പുതിയ കവിതയും വരുമ്പോൾ
അപ്പോൾ എനിക്ക് തോന്നി ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് എഴുതാൻ താല്പര്യമുള്ള സമയമാണ്. അങ്ങനെ ഞാനിത് ശീലമാക്കി, മുടങ്ങാതെ ഓരോ ആഴ്ചയും പുതിയത് അതാണ് ഒരു വലിയ തുടക്കം നൽകിയത്. ഞാൻ കോളേജിലെ മാഗസിനിൽ വർഷം തോറും ഇറങ്ങുന്ന മാഗസിനിലൊക്കെ ഞാൻ എഴുതിയ കവിതകൾ വരാറുണ്ട്. കലോത്സവങ്ങൾക്ക് മലയാളം മാത്രമേ സംസ്കൃതം വിഷയങ്ങളിൽ എഴുതാൻ പോയി എനിക്ക് സ്റ്റേറ്റിൽ സമ്മാനമൊക്കെ കിട്ടിയിരുന്നു. വലിയ സന്തോഷമുള്ള കാര്യം അതൊക്കെ കേട്ടോ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നീട് ഞാൻ വിഷ്വൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൽ വന്നു തുടങ്ങിയ കാലം 2004 മുതൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എഴുതും. അങ്ങനെ എഴുതിയ കവിതകളുടെ എല്ലാം ചേർത്തിട്ടുള്ള കമ്പൈൽ ചെയ്തിട്ടുള്ളതാണ് ഇത് ഹരിഗീതം. അപ്പൊ നമ്മള് ഇങ്ങനെ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഒരു പുസ്തകം അത് പ്രകാശനം ചെയ്യുക അതൊക്കെ ഒരു നല്ലൊരു സ്വപ്നം ആയിരിക്കുമല്ലോ. കുറെ കാലമായിട്ട് അത് വളരെ ഭംഗിയായിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായ ആളുകളൊക്കെ ഒത്തുചേർന്നിട്ടാണ് സത്യനന്ദിക്കാട് സാറാണ് പ്രകാശനം ചെയ്തത്. പിന്നെ അതിന്റെ ആ ഒരു ഫംഗ്ഷനിലാണെങ്കിൽ ഒരുപാട് പേരെത്തി. അപ്പോ നമ്മുടെ പുസ്തകം വായിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. ഇതൊക്കെ നമുക്ക് ശരിക്കും എന്താ രോമാഞ്ചം വരുന്ന കുറെ നിമിഷങ്ങളായിരിക്കുമല്ലോ ഇപ്പൊ കടന്നുപോയിട്ടുണ്ടാവുക. തീർച്ചയായും വലിയ സന്തോഷമുള്ള കാര്യം. പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ വരികളെ ഫോളോ ചെയ്യാനുള്ള ഒരു ഇഷ്ടം എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു. അതിന് എന്നെ ഏറ്റവും കൂടുതൽ പ്രേരണ നൽകിയിട്ടുള്ളത് MG ശ്രീകുമാർ സാറിൻ്റെ പാട്ടുകളോട് എനിക്ക് ചെറുപ്പം മുതലൊരു ആരാധനയാണ്. ഞാൻ MG സാറിൻ്റെ പാട്ടുകൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഭക്തി ഗാനങ്ങൾ, സിനിമാ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ, ക്രിസ്തീയ ഗാനങ്ങൾ, ഓണപ്പാട്ടുകൾ തുടങ്ങിയ എല്ലാ പാട്ടുകളും കാസറ്റുകൾ വാങ്ങി ഇങ്ങനെ കേട്ട് അന്ന് അതിൽ പാട്ടുകൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, ബിച്ചു തിരുമ സാറ്, കൈതപ്പുറം സാറ് മുതലുള്ള പ്രഗത്ഭരായിട്ടുള്ള എല്ലാ എഴുത്തുകാരുടെയും വരികൾ, പിന്നെ ഒപ്പം സംഗീതം അതൊക്കെ മനസ്സിൽ പതിഞ്ഞ് പിന്നെ എല്ലാ പാട്ടുകളും കേൾക്കാൻ തുടങ്ങി. ചാനലിൽ പോയപ്പോൾ ഏഷ്യാനെറ്റിലും തുടക്കത്തിൽ ഈ ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഇപ്പോൾ ഹൃദയരാഗം എന്നൊരു പ്രോഗ്രാം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഷോ ഉണ്ട്. അത് 2005-2006 കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് പ്ലസ് ചാനൽ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു പരിപാടിയാണ്. അതൊരു ചെറിയ പരിപാടിയാണ്. അതായത് ഒരു ആശാജി മേനോൻ എന്ന കുട്ടിയും പിന്നെ തുടർച്ചയായിട്ട് പലരും അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഗൃഹാതുരമായിട്ടുള്ള ഗാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഡെയിലി 1 hour പാക്കഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു 10 പാട്ടുകൾ. അപ്പം അതുവരെ അത്രയും ഒരു കണ്ടന്റ് റെഗുലറായിട്ട് ഇങ്ങനെ ആളുകളിലേക്ക് നൊസ്റ്റാൾജിക് സോങ്സ് ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെ അധികം വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച്, അതിലെ പാട്ടുകൾ കാണുകയും കേൾക്കുകയും അത് ആങ്കറിങ് ഷൂട്ട് ചെയ്യും, സ്ക്രിപ്റ്റ് എഴുതുകയും എഡിറ്റിംഗ് സമയങ്ങളൊക്കെ പാട്ടുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയൊരു പരിചയം. അതിൽ മലയാളത്തിലെ വയലാർ, ONV കുറുപ്പ്, P ഭാസ്കരൻ മാസ്റ്റർ, യൂസഫ് അലി കേച്ചേരി, ബിച്ചു തിരുമല, കൈതപ്രം, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങി ഇങ്ങോട്ട് ഏറ്റവും പുതിയ കാലത്തെ എഴുത്തുകാർ വരെയുള്ള പലരുടെയും വരികളിലൂടെ കേട്ട് സഞ്ചരിക്കാൻ പറ്റിയതാണ് പിന്നീട് പുസ്തകം എഴുതാനുള്ള ഒരു വലിയ പ്രചോദനം. ഇപ്പോൾ MG സാറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടല്ലോ. അപ്പോൾ സാറാണെങ്കിലും ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇതിലുണ്ട്, പാട്ടുകളോടുള്ള ആരാധന കൊണ്ട് എന്നോടൊപ്പം കൂടിയ ആസ്വാദകനാണ് എൻ്റെ ഗാനങ്ങളുടെ എൻസൈക്ലോപീഡിയയായ എനിക്ക് ഏറെ ആത്മബന്ധമുള്ള ഹരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻസൈക്ലോപീഡിയ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ എത്രയും ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സുഹൃത്ത്, ഇപ്പം നമ്മൾ ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരാളെ ഇപ്പോൾ സുഹൃത്ത് ബന്ധമാണല്ലേ നിങ്ങൾ തമ്മിൽ? സുഹൃത്ത് ബന്ധം എന്നൊന്നും എനിക്ക് പറയാനുള്ള ധൈര്യമില്ല. എനിക്ക് MG സാറിൻ്റെ സ്വരവും അദ്ദേഹം പാടിയ പാട്ടുകളും കേൾക്കുമ്പോൾ എനിക്കതൊരു വല്ലാത്ത ഒരു ആനന്ദവും ചില സമയത്ത് ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. നമ്മളൊരു പുതിയ കാര്യത്തിന് ഇപ്പോൾ കാർ ഓടിച്ചൊരു വർക്കിന് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല എത്രയോ അധികം ആളുകൾക്ക് വലിയ ആരാധനയാണ് ആ സ്വരത്തിനോടും സംഗീതത്തോടും. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് MG സാറിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അതെനിക്ക് നൽകുന്നൊരു വല്ലാത്തൊരു ഒരു ഉത്തേജനമുണ്ട്. പിന്നെ ഞാൻ എല്ലാവരെയും പാട്ടുകൾ അത്തരത്തിൽ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ MG സാറുമായിട്ടുള്ള ആ ഒരു പരിചയത്തിൽ ഞാൻ സരിഗമ എന്നൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കതിൽ പങ്കെടുക്കാനൊരു അവസരം കിട്ടി. അതിൽ പങ്കെടുത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് ആ പരിചയത്തിൽ ഞാൻ മുഷ്താഖ് എന്ന പേരുള്ള ഏഷ്യാനെറ്റിലെ ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുകയും ഈ സരിഗമ MG ശ്രീകുമാർ സാറാണ് അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് മുഷ്താഖ് സാറ് വഴി ഞാൻ ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നത്. പിന്നീട് ഞാൻ MG സാറുമായിട്ട് ഉള്ള ആ ഒരു പരിചയം അടുപ്പം വെച്ചുകൊണ്ട് ഞാൻ എഴുതിയ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതിൽ ചിലത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ എഴുതിയ അദ്ദേഹം പാടിയ മറ്റു ചില പാട്ടുകൾ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ 2 പാട്ട് കഴിഞ്ഞ വർഷം ഒരു ശബരിമല സീസണിൽ ചെയ്തിരുന്നു. അതിലൊന്ന് സാമവേദനാഥൻ, ശങ്കരമോഹിനി സംഗമ സുന്ദര സംഭവനാം ദേവൻ, സങ്കടമോചക സാധുജനപ്രിയ ചന്ദനമണിവർണ്ണൻ. മറ്റത് കുഞ്ഞയ്യപ്പൻ. ഇത് TCVയിൽ സ്ഥിരം കാണിക്കുന്നതാണ്. TCVയിലെ പാട്ട് കണ്ടിട്ട് എന്നോട് പറയാറുണ്ട് പലരും. അതിൽ TCVയോട് വലിയൊരു താങ്ക്സ് ഈ അവസരത്തിൽ പറയുന്നു. ആമലമേലെ അയ്യപ്പൻ, ആനപ്പുറത്ത് അയ്യപ്പൻ, പൂമലമേലെ അയ്യപ്പൻ, പുലിയുടെ മുകളിൽ അയ്യപ്പൻ. അങ്ങനെ പിന്നെ ഓർമ്മകൾ എന്നൊരു MG സാറുമായിട്ടുള്ളൊരു അഭിമുഖ പരിപാടി അദ്ദേഹത്തിൻ്റെ ചാനലിലേക്ക്
ഞാൻ കുറേ എപ്പിസോഡിൽ അവതരിപ്പിച്ചു. അങ്ങനെയാണ് സാറുമായിട്ടുള്ളൊരു അടുപ്പം. പിന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് നമ്മൾ അമൃതയിലേക്ക് അല്ലേ, അമൃതയിലും ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയ പ്രോഗ്രാം ആയിരുന്നു ഫൺസ് അപ്പോൺ എ ടൈം. അതും ഒരുപാട് പേര് എന്താ പറയാ, ആ ഒരു ട്രെൻഡ്, ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു ഐറ്റം എല്ലാവർക്കും പരിചിതമാക്കിയ പരിപാടി എന്ന് പറയാം. എനിക്ക് ഈ വിഷ്വൽ മീഡിയ ലൈഫിൽ ഏറ്റവും അധികം എനിക്ക് ഗുണം ചെയ്തിട്ടുള്ള, എന്നെ ഏറ്റവും ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സൗഹൃദമാണ് രമേശ് പിഷാരടിയുമായിട്ടുള്ളത്. ഞാൻ ഏഷ്യാനെറ്റ് പ്ലസ്സിലെ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്നൊരു പ്രോഗ്രാം പണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. രമേശ് പിഷാരടി, ധർമ്മജൻ ഇവരായിരുന്നു എൻ്റെ അവതരണം. അതൊരു വളരെ അധികം പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അന്ന് മുതൽ ആരംഭിച്ച രമേശ് പിഷാരടിയുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ ഞങ്ങൾ കുറേയധികം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഫ്റ്റർ കേരള ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഷോ, അതിനുശേഷം ഫൺസ് അപ്പോൺ എ ടൈം, പിന്നീട് ഓർമ്മയിൽ നിന്നും ഒരു പ്രോഗ്രാം. ഈ ഒരുപാട് പ്രഗത്ഭരുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഒരു പരിപാടി, ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അത് കണ്ടിരിക്കാനായിട്ട്. മൺമറഞ്ഞു പോയ ചലച്ചിത്ര പ്രതിഭകളെ, സാങ്കേതിക വിദഗ്ധരെയൊക്കെ അനുസ്മരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതൊക്കെ രമേശും ഞാനും നമ്മളെ സൗഹൃദത്തിൽ ചേർന്നാണ്. 2 സിനിമകൾ ഞങ്ങൾ ഒന്ന് ചെയ്തു. ഒന്ന് പഞ്ചവർണ്ണത്തത്ത, ഗാനഗന്ധർവൻ. ഇത് രണ്ടും കഥ, തിരക്കഥ, സംഭാഷണം നിങ്ങൾ ഒരുമിച്ച് ചെയ്തത്. ഇപ്പൊ ഗാനഗന്ധർവൻ മമ്മൂക്ക് നായകനായ സിനിമയാണ്. പഞ്ചവർണ്ണത്തത്ത ജയറാമേട്ടൻ, കുഞ്ചാക്കോ ബോബൻ. ഇതിൽ നമ്മൾ ഹരിഗീതത്തിലെ ആദ്യത്തെ ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ അത് ഗാനഗന്ധർവനിൽ ഉള്ള ഒരു പാട്ടാണല്ലേ, അതിനു വേണ്ടി എഴുതിയതാണല്ലേ? അതെ. അദ്ദേഹവും ഈ പുസ്തകത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. 2 ദശകങ്ങളിലധികമായ ഞങ്ങളുടെ ആത്മസൗഹൃദത്തിൽ കലയും കഥയും കവിതയും ഒപ്പമുണ്ട്. അക്ഷരങ്ങൾ ഹരിയുടെ ആയുധമല്ല, ആത്മാവാണ്. ഒരുപാട് കാലത്തെ ആ ഒരു സൗഹൃദത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ മറ്റൊരാൾ കൂടെ ആശംസ നൽകിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ ഗാനരചയിതാക്കളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന BK ഹരിനാരായണൻ. കവിത തുളുമ്പുന്ന വരികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള BK ഹരിനാരായണൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗാനഗന്ധർവൻ എന്ന ചിത്രത്തിൽ ഹരി എഴുതിയ പാട്ടിൽ തുടങ്ങി ഒരു രാമഴയിൽ അവസാനിക്കുമ്പോൾ ഗാനരചനയിലുള്ള ഹരിയുടെ വൈദഗ്ധ്യം മനസ്സിലാവും. ചലച്ചിത്ര ഗാനത്തിന് പുറമെ പ്രണയവും വിരഹവും ഭക്തിയും പ്രകൃതിയും കലാലയവും എല്ലാം ഇതിൽ വിഷയമാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഹരിയേട്ടന് എഴുതിയതിൽ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും, എന്നാലും എടുത്തു പറയാവുന്ന ഒരു പോർഷൻ ഏതായിരിക്കും? താരാട്ടുപാട്ടുകളുണ്ട്. താരാട്ടുപാട്ടുകൾ എനിക്ക് എൻ്റെ അമ്മ നൽകിയ സ്നേഹവാത്സല്യം, പിന്നീട് എൻ്റെ ഭാര്യ ശ്രീലക്ഷ്മി, മകൻ ശ്രീദേവ് ജനിക്കുന്ന സമയത്ത് ആ ഒരു അമ്മയുടെ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ശ്രീദേവിനെ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് ഞാൻ എഴുതിയ ഒരു കവിതയാണ് അമ്മ മാനസം. കുഞ്ഞിക്കാലടി ഒച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു, അമ്മ മാനസം എന്നും പാടുന്നു, ഉണ്ണി നിന്നെ ഉറക്കുവാൻ എന്നാണ് പാട്ടിൻ്റെ വരി. അത് ആ സമയത്ത് ലോഹിതദാസ് പുരസ്കാരം മികച്ച ഗാനരചനയ്ക്ക് ഈ പാട്ടിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാട്ട് പാടിയിരിക്കുന്നത് സുജാത ചേച്ചിയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് ലേന, കിരൺ, രഞ്ജിത തുടങ്ങിയുള്ള കുറേയധികം ആർട്ടിസ്റ്റുകളാണ്. അമ്മ മാനസ എന്ന ആൽബത്തിന് സംഗീതം നൽകുന്ന ബാലഗോപാൽ എന്നൊരു സുഹൃത്താണ്. പിന്നെ അതിൽ ധർമ്മജൻ ബോൾഗട്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാടധികം, ഈ ആൽബത്തിൽ മാത്രമല്ല ഒരുപാടധികം ആൽബങ്ങളിൽ അത്രയും പോപ്പുലറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗാനശില്പികളുടെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ആ പാട്ട് ഒരു താരാട്ടുപാട്ട് എന്ന നിലയിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. നമ്മൾ ഈ ഹരിഗീതം ബുക്കിൽ നമ്മളിങ്ങനെ മറച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു QR കോഡ് കാണാം. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹരിശ്രീ ക്രിയേഷൻസിൻ്റെ ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഹരിഗീതം ബുക്സിൻ്റെ ഈ ഒരു 50ഓളം പാട്ടുകൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരാൾ ആദ്യമായിട്ട് എഴുതുന്ന ബുക്ക്, അതിൽ 84 പാട്ടിൽ 50, പകുതിയിലേറെ പാട്ടുകളും ഓൾറെഡി വിഷ്വലൈസ് ചെയ്തിട്ടുള്ളതാണ്. അത് ശരിക്കും ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ, എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു മ്യൂസിക് വീഡിയോ തയ്യാറാക്കുന്നതിൽ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമയായാലും ടെലിവിഷൻ ഷോ ആണെങ്കിലും, ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ആണെങ്കിലും, ഒരു പരസ്യചിത്രമാണെങ്കിലും, ഒരു സംഗീത ആൽബമാണെങ്കിലും ക്യാമറയുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, അതിൻ്റെ ഗാനരചന, സംഗീതം, ആലാപനം, സ്റ്റുഡിയോ വർക്ക്, പിന്നെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആർട്ട് ഡയറക്ഷൻ മുതൽ അസിസ്റ്റ് ചെയ്യുന്ന ആൾ മുതൽ ഭക്ഷണം നൽകുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, എത്രയോ പേരുടെ ഒരു സേവനം അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് അതിലുണ്ട്. അപ്പോൾ ഈ 50 പാട്ടുകൾ വിഷ്വലൈസ് ചെയ്യപ്പെട്ടതിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളുടെയും പുറകിൽ അങ്ങനെ ഒരു അധ്വാനമുണ്ട്. അതിപ്പോൾ എൻ്റെ ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ആ ആൽബങ്ങളെക്കുറിച്ച് നമ്മൾ ചേർത്ത് പറയുമ്പോൾ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരെയും
പിന്നണിയിൽ പ്രവർത്തിച്ചുള്ള എല്ലാവരും ഓർക്കുന്നു. അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആളുകൾ അറിയുന്നില്ല അല്ലേ. ഒരു എഡിറ്റർ എത്രയോ സമയമെടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സാങ്കേതികമായിട്ട് ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാടധികം വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ സ്നേഹവും അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ടും ഒക്കെ ഈ പാട്ടുകളുടെ പൂർത്തീകരണത്തിലുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ തൃശ്ശൂർ പൂര സമയത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 വർഷമായിട്ട് എല്ലാ പൂര സമയത്തും ഒരു പാട്ട് നമ്മുടെ ഇറങ്ങാറുണ്ട് അല്ലേ. ഇപ്പൊ റീസെന്റ് നമ്മുടെ കഴിഞ്ഞ പൂരത്തിന് ഇറങ്ങിയ പാട്ട് പൂരപ്രേമം എന്ന പാട്ട് സന്നിധാനത്തിനാണ് അത് പാടിയത്. അത് വളരെയധികം ആളുകൾ ഏറ്റെടുത്തൊരു പാട്ടാണ്. ഒരുപാട് വ്യൂസ് ഉണ്ട്. നമ്മുടെ ചാനലുകളിലൊക്കെ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. TCVയിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയാ, ഒരു പൂരം നമുക്ക് പൂരം എത്തിയൊരു ഫീലാണ് ആ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ. പൂരത്തിനെത്താൻ ഒരുങ്ങുന്നുണ്ടേ പെണ്ണൊരുത്തി, മേളപ്പെരുക്കത്തിനൊപ്പം തുടി കൊട്ടി നെഞ്ചിൽ നിറഞ്ഞൊരുത്തി. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും പൂരത്തിന് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ദുബായ് പൂരം ഉണ്ട്, ഇവിടുത്തെ പൂരം അല്ല, ദുബായിലുള്ള പൂരം അടക്കം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂരം എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്ട് അത് നിർബന്ധമാണല്ലേ. പൂരം സോങ് കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്തിട്ടുള്ളതിൽ ആദ്യം ചെയ്തൊരു പാട്ട് പൂരം മനോഹരം എന്ന ആൽബമാണ്. അത് ഇന്ദുലേഖ വാര്യരെ പാടിയിരിക്കുന്നത്. അത് രചന നാരായണൻകുട്ടി, മാളവിക, ഗായത്രി സുരേഷ് അവരതിൽ നൃത്തമാണ്. സാധാരണ പൂരം സോങ്സ് ഒരു അടിച്ചുപൊളി പാട്ട്, കൂടുതൽ ആണുങ്ങൾ പാടുന്ന പാട്ടുകളാണെങ്കിൽ പെൺകുട്ടികൾ വളരെ ഗംഭീരമായിട്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു മൂഡിൽ ഒരു മെലോഡിയസ് ആയിട്ടുള്ള സെമി ക്ലാസിക്കൽ സ്വഭാവമുള്ളൊരു പാട്ടിൽ അങ്ങനെ ഒരു പൂരം സോങ് ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു പുതുമ ആ വർക്കിലുണ്ടായിരുന്നു. പിന്നെ ഓരോ വർഷങ്ങളായിട്ട് ഉടൻ പൂരം എന്നൊരു ആൽബം നമ്മുടെ മാത്തുക്കുട്ടിയും കലേഷും അത് ഇവിടെയാണല്ലോ ആ പാട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് ഈ ലൊക്കേഷനിലാണ്. അപ്പോൾ അവരതിൽ നന്നായി സഹകരിച്ചു. പിന്നീട് ദുബായ് പൂരം എന്നൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അത് ദുബായിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിട്ട് പോയിരുന്നു. അവിടെ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം അവർ ആനകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ബോളിവുഡ് പാർക്സ് എന്നൊരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് രാഹുൽ പിന്നെ രാജേഷ് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അവിടെ വെച്ച് നടന്നിട്ടുള്ള ദുബായ് പൂരം അനൂപ് ശങ്കറാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അങ്ങനൊരു ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറോണ കാലത്ത് പൂരം ആഘോഷിക്കാൻ ആളുകൾക്ക് അത്ര എത്തിച്ചേരാൻ പറ്റാത്ത സമയത്ത് ഹൃദയത്തിൽ പൂരം എന്നൊരു ആൽബം, അത് വിജേഷ് ഗോപാലാണ് പാടിയിരിക്കുന്നത്. ഉടൻ പൂരം പാടിയത് രഞ്ജിത്ത് ഉണ്ണി എന്ന സിംഗറാണ്. പിന്നെ തൃപ്പൂരം എന്നൊരു ആൽബം കുട്ടികൾക്ക് വേണ്ടി ഒരു പൂരം സോങ് ചെയ്തിട്ടുണ്ട്. അതും വിജേഷാണ്. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഈ പല പല ഏരിയയിൽ നിന്ന് നമ്മൾ പാട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിരഹമുണ്ട്, ദേശഭക്തി ഉണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്, പ്രകൃതി വരുന്നുണ്ട്, അങ്ങനെ പല ഏരിയയിൽ നിന്നാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ പല 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 ഏരിയയിൽ നമ്മളെ ഒരു പല സമയത്ത് എഴുതി അത് പറഞ്ഞാണ് ഇത് പല സമയത്ത് എഴുതിയതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സൺഷൈൻ ബുക്സ് ആണ്. HNC ബുക്സുമായി ബന്ധപ്പെട്ടാണ്. അത് അവിടുത്തെ ഒരു ജിജോ എന്നൊരു സുഹൃത്ത്, സൗമ്യ, വർഗീസ് സാർ അവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. എടുത്ത് പറയണം. കാരണം ഒരാൾ ആദ്യമായിട്ട് പുസ്തകം പൂർത്തിയാക്കി പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നതിൽ അങ്ങനെയുള്ളവരൊക്കെ നൽകുന്ന ഒരു പ്രോത്സാഹനം നമ്മളെടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ 100 എണ്ണത്തിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള 84 എണ്ണത്തിൽ ഇങ്ങനെ മിക്സപ്പ് ആയിട്ടാണ് പാട്ടുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സദ്ഗമയ ക്ലാസ്സുകളും ഇവിടെ വെച്ചെടുക്കുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സദ്ഗമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇക്കാലത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് ചെറുപ്പം മുതൽ നമുക്ക് ഇതൊക്കെയായിട്ട് ചേർന്ന് ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഞാൻ നഗരജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. ഞാനൊരു 2004 മുതൽ ഇങ്ങോട്ടുള്ള കാലം ഏഷ്യാനെറ്റിൽ പോയപ്പോൾ മുതൽ ഇപ്പോൾ വരെയും തിരുവനന്തപുരം, കൊച്ചിയും മറ്റിടങ്ങളിലൊക്കെ ആയിട്ട് ചെലവഴിക്കുന്ന ആളാണ്. ആ ടൗൺഷിപ്പിൻ്റെ, മെട്രോ കൾച്ചറിൻ്റെ, കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഒക്കെയും അതിൻ്റെ ഒരു സുഖവും സന്തോഷം അറിയുന്ന ആളാണ്. അതൊക്കെ നല്ലതാണ് കേട്ടോ. നാട് നല്ലത്, നഗരം മോശം, അങ്ങനെയില്ല. പക്ഷേ ഈ ഗ്രാമജീവിതത്തിൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് നമുക്ക് സഞ്ചരിക്കാനും കാണാനും കേൾക്കാനും. ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ ആ വീടിന് ചുറ്റുപാടുള്ളൊരിടം, നാട് എന്ന് പറയുമ്പോൾ നാടുമായി ബന്ധപ്പെട്ടുള്ള ചുറ്റുപാട്, ഇവിടെ പള്ളി, വിദ്യാലയം, അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട്, ഒരു ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട്. അത് ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഇന്ന് നാട്ടിലുള്ള ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കൂട്ടുകാർ, അവർക്ക് അവരെ അടുത്തിരുത്തിക്കൊണ്ട് അവരോട് കുറച്ച് നേരം സംവദിക്കുമ്പോൾ സത്യത്തിൽ എനിക്കും ആ ഒരു കുട്ടിത്വം കിട്ടുകയാണ് അല്ലേ. ഒപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലഹരിയും മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗം, ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗവും ഒക്കെ കുട്ടികളിൽ പോലും ചെറിയ പ്രായത്തിൽ അവർക്കൊരു ദിശാബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ സ്പിരിച്വലി ഉള്ള നല്ല കാര്യങ്ങൾ പങ്കെടുക്കുന്നതിലൂടെയാണ്. പലപ്പോഴും ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതിലൂടെ അന്ധവിശ്വാസം, അതിലൂടെ രാഷ്ട്രീയമായിട്ടുള്ള ചില ചേരിതിരിവുകൾ, ഇതൊക്കെ സമൂഹത്തിൽ പലയിടത്തും സംഭവിക്കുന്നുണ്ടാവാം. ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ഓരോ, ഇപ്പോൾ ചരിത്രമായിക്കോട്ടെ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ശാസ്ത്രമായിക്കോട്ടെ,
അതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാവുന്ന നല്ല കാര്യങ്ങൾ, ക്രീമായിട്ടുള്ള കുറേ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, അത് കുട്ടികൾക്ക് മാതൃകയാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിരാവിലെ ഒരു 7 മണിക്കൊക്കെ വന്നിരിക്കണം ഈ ക്ലാസ്സിൽ. കുട്ടികൾക്ക് അതൊരു ചിലപ്പോൾ ഞായറാഴ്ചകളാവും, അവർക്ക് ആകെ കിട്ടുന്ന ഒരു അവധി ദിവസം വൈകി ഉണരാനാണ് ശീലം എങ്കിൽ ആദ്യൊരു മടി പിടിച്ചാണ് തുടക്കത്തിൽ വന്നിരുന്നെങ്കിൽ അതിൽ നിന്നും പിന്നീട് അവർ വളരെ താല്പര്യത്തോടെ വരുന്നു. ഈ കൂട്ടുകാരൊക്കെ ഇട്ട് ഒത്തുചേരാൻ, ഈ കഥകൾ കേൾക്കാനും വീട്ടുകാർക്കും താല്പര്യമാണ്. കുട്ടികൾ അതൊരു നല്ല മാറ്റം ഉണ്ടാക്കുന്നു അവരുടെ പെരുമാറ്റത്തിലും അവരുടെ അറിവിലും കാഴ്ചപ്പാടിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സദ്ഗമയ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ TCV ആയിട്ടുള്ള ഒരു ബന്ധം, അത് ഏഷ്യാനെറ്റിലും ഇപ്പൊ അമൃതയിലും ഒക്കെ പരിപാടികൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് TCVയിലും നമ്മൾ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ അന്നത്തെ ഓർമ്മകൾ കൂടെ ഒന്ന് പങ്കുവെക്കും. ഉറപ്പായിട്ടും. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് വീട്ടിലെ ദൂരദർശന്മാർ കേബിൾ TV ഒക്കെ വന്നു തുടങ്ങുന്ന കാലമായിട്ടുള്ളൂ. ഞാൻ 2000-ൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ അതൊക്കെ MCV എന്നൊരു ചാനൽ, പ്രാദേശിക ചാനൽ ഇവിടെ അടുത്തുണ്ടായിരുന്നു, മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അവിടെ ഞാൻ ന്യൂസ് റീഡറായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ TCV വളരെ ശക്തമായിട്ട് തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ TCVയിലും പ്രോഗ്രാംസ് പലതും ചെയ്തിട്ടുണ്ട്. TCVയുടെ ഭാഗത്തു നിന്നുള്ളൊരു എൻകറേജ്മെൻ്റ് ഉണ്ട്. ഈ തൃശ്ശൂർ പൂരം സമയത്തൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. നമ്മുടെ ഓരോ വർക്കുകൾ റിലീസാകുമ്പോൾ വാർത്തയിൽ ഇപ്പോൾ മുകേഷൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മുകേഷ് ഉൾപ്പെടെയുള്ള പലരും, സൂരജ്, അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്നുള്ളൊരു നല്ല തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ തരത്തിലുള്ള എല്ലാ സൃഷ്ടികളെയും സ്ഥിരമായിട്ട് TCVയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടറിലെ പല ആൽബങ്ങളും കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ TCVയോടൊരു വലിയ അടുപ്പുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഒരു വിഷ്വൽ മീഡിയ കരിയറിൻ്റെ തുടക്കം മുതലേ ഉള്ള അടുപ്പം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതൊരു അഭിമാനമുള്ള കാര്യമാണ്. ഏഷ്യാനെറ്റിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു, ഇപ്പോൾ അമൃതയിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നു. അപ്പോൾ ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളൊരു വാക്ക് ഇത്രയും സുപരിചിതമാക്കിയത് ആ ഒരു പ്രോഗ്രാം ആണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല പ്രോഗ്രാംസ്, അതുപോലെ നിവേദ്യത്തിലാണ് നമ്മൾ ആക്ടിങ് എന്നുള്ളൊരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് നിവേദ്യമാണ്. പിന്നെ ഒരുപാട് ആൽബംസ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സിനിമ, തിരക്കഥ, സംഭാഷണം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിശ്രീ ക്രിയേഷൻസിന്റെ ബാനറിൽ ആഡ് ഫിലിം, ഇവന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഇനിയും ഇവിടെ നിന്ന് ഞങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിതിനിടയ്ക്ക് ഒരു സന്തോഷം പറയട്ടെ, ഞാൻ ഇന്റർവ്യൂസ് ചെയ്യുന്ന ഒരാളാണ് ആർട്ടിസ്റ്റുകളെയൊക്കെ. അപ്പൊ അതിന് നടത്തുന്നൊരു തയ്യാറെടുപ്പുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അശ്വതി ഈ ഒരു അഭിമുഖം നടത്തുന്നതിന് വളരെ നല്ല തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അത് വലിയ സന്തോഷം. കാരണം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാരണം ഇത്രയും നന്നായിട്ട് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഓരോ കാര്യം എത്ര മനോഹരമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. നല്ലൊരു പ്രസന്ററും ആണ്. അപ്പൊ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുതുതായിട്ട് ചെയ്യാനുള്ള ഒരാളായത് കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.